ഇന്ന് ആധാരമായി എടുത്തിരിക്കുന്ന ഒരു ഭാഗം വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളാണ്. വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ വചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തവും പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നൽകുന്ന വചനത്തിനായിട്ട് സ്തോത്രം. വചനം ധ്യാനിപ്പാനുള്ള ആത്മാവിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നേരം വൈകി, സമയം പോയി, എങ്കിലും പരിശുദ്ധാത്മാവിന്റെ സഹവാസം അല്പസമയം ഞങ്ങളുടെ കൂടെ നൽകി വചനം ശരിയായി കേൾക്കുവാൻ, ശരിയായി നിർവചിക്കപ്പെടുവാൻ, വ്യാഖ്യാനിക്കപ്പെടുവാൻ നിന്റെ ആത്മാവിന്റെ കരുണ ഞങ്ങളിൽ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാക്കുമാറാത്ത ദൈവം കാവലും കരുതലുമായിരിക്കണമേ. ഞങ്ങളുടെ അടിയങ്ങളുടെ നേതാവായിട്ടുള്ള അഭിയുന്ന തിരുമേനിയുടെ പ്രത്യേകമായിട്ടുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും വചനവുമായി ബന്ധപ്പെട്ടും അടിയന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ബന്ധപ്പെട്ടും ഈ വചനം വ്യാഖ്യാനിച്ച് ദൈവത്തിന്റെ കൃപയിൽ നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളിൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉണങ്ങി വരണ്ടുപോയ അവസ്ഥയല്ല, പിന്നെയോ ജീവനുള്ള ദൈവത്തിന്റെ വചനം അനുഗ്രഹകരമായിട്ട് മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. AD 64 മുതൽ 96 വരെയാണ് വളരെ കഠിനമായിട്ടുള്ള പീഡനം ആദിമ ക്രൈസ്തവ സമൂഹം അനുഭവിച്ചത്. AD 64 നീറോയിൽ നിന്നും ആരംഭിച്ചതായ പീഡനം ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ വളരെ കഠിനമായിട്ട് തുടർന്നു. ചക്രവർത്തി ആരാധന, സീസർ ഈസ് ലോർഡ്, നമ്മുടെ തിരുമേനി എപ്പോഴും പറയുന്ന ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണത്. സീസർ ഈസ് ലോർഡ്. ചക്രവർത്തി ആരാധന നീറോ ചക്രവർത്തി ആരംഭിച്ചുവെങ്കിലും ഡൊമീഷ്യൻ ചക്രവർത്തിയാണ് അത് നിയമമായിട്ട് കൊണ്ടുവന്ന 7 സഭകളിൽ ഉൾപ്പെട്ടതായ വിശ്വാസ സമൂഹത്തെ പീഡിപ്പിക്കുവാനായിട്ട് തുടങ്ങിയത്. ആ 7 സഭകൾ, അതിനെ വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. അത് വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തുടർന്നു വരുന്ന 11-ാമത്തെ വാക്യം തൊട്ടുള്ള വാക്യങ്ങളിൽ അത് കാണുവാനായിട്ട് സാധിക്കും. 7 സഭകൾ ഏഷ്യ മൈനറിലെ സഭകളാണ്. AD 52 സമയമായപ്പോൾ വിശുദ്ധനായ പൗലോസ് സ്ഥാപിച്ചതായ സഭകളാണ് ഈ സഭകളൊക്കെ. പൗലോസിന് ശേഷം വിശുദ്ധനായ യോഹന്നാൻ ഈ സഭയുടെ ചുമതലകളെടുത്ത് മുന്നോട്ട് പോയി. ആ സമയത്താണ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള കഠിനമായിട്ടുള്ള പീഡനങ്ങൾ വന്നത്. ആ പീഡന അനുഭവങ്ങളിൽ നിന്നതായ വിശ്വാസ സമൂഹം അന്ന് പലരും തിരിച്ചു പോയി. They quit the faith. വിശ്വാസം വിട്ടിട്ട് അവർ തിരികെ പോയി. അനേകം ആളുകൾ കോംപ്രമൈസിൽ നിന്നു. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് എന്നുള്ള രീതിയിൽ അവർ നിൽക്കുവാൻ തുടങ്ങി. എന്നാൽ ഒരു ചെറിയ കൂട്ടം ആളുകൾ വിശ്വാസത്തിൽ വളരെ സധൈര്യമായിട്ട് നിന്നുകൊണ്ട് എംപറർ വർഷിപ്പ്, ചക്രവർത്തി ആരാധന ഞങ്ങൾ ചെയ്യുകയില്ല എന്ന് തീരുമാനിച്ചു. They said no to emperor worship. അതുകൊണ്ട് ചക്രവർത്തി ആരാധിക്കത്തില്ല. We worship Jesus Christ. യേശു ക്രിസ്തുവിനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന് അവർ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുവാൻ തുടങ്ങിയപ്പോൾ പീഡനം കഠിനമായി തീർന്നു. ആ പീഡനത്തിന്റെ ഒരു ഭാഗമാണ് അവരെ നാടുകടത്തി വിവിധമായിട്ടുള്ള ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അയക്കുന്നത്. അതുകൊണ്ട് വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിന്നതായ ആളുകൾ പീഡനത്തെ നേരിട്ടുകൊണ്ട് അവിശ്വാസം കൈവിടാതെ അഭംഗുരം തുടരുന്നതായ വലിയ കാഴ്ചയാണ് കാണുന്നത്. ആ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വേദപുസ്തകത്തിലെ ഈ പുസ്തകം എഴുതപ്പെട്ടതും എന്നുള്ളതും പ്രത്യേകമായിട്ട് നാം ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നതായ 1-ാമത്തെ ഒരു പാഠം ഞാൻ ചുരുക്കത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആ 1-ാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് ഈ വിശുദ്ധനായ യോഹന്നാൻ നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ധാര ഈ 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഈ വിശ്വാസത്തിന്റെ ധാര മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല. ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന
വിശ്വാസ പ്രഖ്യാപനം ഒന്നാമത്തത് ഇതാണ്: ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഡെഡ്, ഹി ഈസ് നോട്ട് ആബ്സെന്റ്, ഹി ഈസ് നോട്ട് ഹിഡൻ, ഹി ഈസ് നോട്ട് സൈലന്റ്, ഹി ഈസ് എവർ ലിവിംഗ് ഗോഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ചർച്ചസ്. യേശുക്രിസ്തു മരിച്ച ദൈവമല്ല, അവൻ അവധിയിലായിരിക്കുന്ന ദൈവമല്ല, മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ നിശബ്ദനായിരിക്കുന്ന ദൈവമല്ല. പിന്നെയോ വിശ്വാസ സമൂഹത്തിന്റെ മധ്യത്ത് അവൻ വളരെ കൃപയോടുകൂടി വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. നിരാശയിലും പ്രയാസത്തിലും ദുഃഖത്തിലും പീഡനങ്ങളിലും ഇരുന്ന സഭാജനങ്ങളോട് വിശുദ്ധനായ യോഹന്നാൻ പ്രഖ്യാപിക്കുന്ന, തന്റെ അനുഭവത്തിലൂടെ പ്രഖ്യാപിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം ഈ ആദ്യത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇപ്രകാരം ആണ് നാം സംക്ഷേപിക്കുന്നത്: ഹി ഈസ് നോട്ട് എ ഡെഡ് ഗോഡ്. നമ്മുടെ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും ഈ വിശ്വാസം ഉറച്ചു പറയുവാൻ നമുക്ക് സാധിക്കണം. അവൻ മരിച്ച ദൈവമല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും ഈ വിശ്വാസ പ്രഖ്യാപനം പറയണം. അനുഗ്രഹത്തോടെ സജീവമായിട്ട് നിൽക്കുവാൻ സാധിക്കണം. ഹി ഈസ് നോട്ട് ആബ്സെന്റ്. അവൻ നിലവിലില്ലാത്ത ദൈവമല്ല, അല്ലെങ്കിൽ അവധിയിലായിരിക്കുന്ന ദൈവമല്ല. വേദപുസ്തകത്തിൽ ആ സങ്കല്പമുണ്ട്. പല ദൈവങ്ങളും അവധിയിലാണെന്ന് പറയുന്നതുണ്ട്. അവൻ അങ്ങനെ അവധിയെടുക്കുന്ന ഒരു ദൈവമല്ല. ഹി ഈസ് നോട്ട് ഹിഡൻ. ഒളിച്ചിരിക്കുന്ന ദൈവമല്ല. ഹി ഈസ് നോട്ട് സൈലന്റ്. അവൻ എപ്പോഴും നിശബ്ദനായിരിക്കുന്ന ദൈവവും അല്ല. ഹി ഈസ് എവർ ലിവിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബിലീവേഴ്സ്. വിശ്വാസ സമൂഹത്തിന്റെ മധ്യേ അവൻ ജീവിക്കുന്നവനായ ദൈവമാണ്. ആ കർത്താവ് നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നാമും ജീവിക്കുന്നത്. അവൻ നമ്മുടെ മധ്യേ ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. അവന്റെ സന്നിധിയിൽ ആ കൃപയോടെ നിൽപ്പാൻ നമുക്ക് സാധിക്കണം. നമുക്ക് മറ്റാരെ കുറിച്ചും പറയാൻ ഉണ്ടാകാൻ പാടില്ല. യേശു ക്രിസ്തുവിനെ ഒഴിച്ച് മറ്റാരുടെയും സുവിശേഷം പറയുവാൻ നമുക്ക് ദൈവം അവസരം തരരുതെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് തന്നെ പറഞ്ഞു, 2 or 3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. ആ പറഞ്ഞ വാക്ക്, സുവിശേഷങ്ങളിൽ കാണുന്ന വാക്ക്, അതിന്റെ തുടർച്ചയാണ് നമുക്ക് ഈ വെളിപാട് പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ വിശ്വാസ പ്രഖ്യാപനം ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ വെളിപാട് പുസ്തകം വ്യാഖ്യാനിക്കുവാനോ പഠിക്കുവാനോ നമുക്ക് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഒരു ദർശനം ഈ പുസ്തകം നമുക്ക് തരുന്ന ഇപ്രകാരമാണ്. ഈ പുസ്തകം 2 സിംബൽസ് നമ്മുടെ മുമ്പിൽ നിർത്തുകയാണ്. ഒന്ന്, ദ ഗ്രേറ്റ് ബാബിലോൺ, അതായത് ഈ മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ നിർത്തുകയാണ്, ഒരു സിംബൽ നിർത്തുകയാണ്. 17-ാം അധ്യായത്തിലും 18-ാം അധ്യായത്തിലും വായിക്കുമ്പോൾ അതിന് മൂർത്തിഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മഹദിയാം ബാബിലോൺ ഒരു സൈഡിൽ നിൽക്കുകയാണ്. മറ്റൊരു സൈഡിൽ മറ്റൊരു പ്രതിബിംബം, മറ്റൊരു പ്രതിരൂപം ഉയർത്തിക്കാണിക്കുന്ന ഈ പുസ്തകം ഉയർത്തിക്കാണിക്കുന്നത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. മഹദിയാം ബാബിലോൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സിംബൽ ഓഫ് ഈവിൾ, സൈറ്റനിക് പവർ. ലോകത്തിലെ നെഗറ്റീവ് ശക്തികളുടെ കൂടാരമായിട്ടാണ് ഈ പുസ്തകം മഹദിയാം ബാബിലോണെ വിവക്ഷിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഐഡൽ ഓഫ് ഇമ്മോറൽ ലൈഫ്. മ്ലേച്ഛമായ ജീവിതത്തെ കാണിക്കുന്നതായ ഒരു ചിഹ്നമാണ് മഹദിയാം ബാബിലോൺ. ധനത്തിന്റെ അഹങ്കാരത്തിന്റെയും മൂർത്തിഭാവമായിട്ടാണ് മഹദിയാം ബാബിലോണെ കാണിക്കുന്നത്. അപ്രകാരം ജീവിതത്തിൽ വഴിപഴച്ചതായ പോക്കിനെ കാണിക്കുന്നതാണ് ഈ മഹദിയാം ബാബിലോൺ. എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഇവിടെ കാണിക്കുകയാണ്. അറുക്കപ്പെട്ട കുഞ്ഞാട്, ദ വൂണ്ടഡ് ലാംബ്, അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റവനാണ്. നമുക്ക് വേണ്ടി മുറിവേറ്റ് ഇന്ന് രാജാതിരാജനായിട്ട് വാഴുന്നവനാണ്. അവന്റെ മുറിവുകൾ കാണിക്കുന്നത് ക്രൂശിലെ പരമയാഗമാണ്. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റതുകൊണ്ട് അവൻ ശക്തിമാനാണ്. അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞതുകൊണ്ട് ശക്തിമാനാണ്. 5-ാം അധ്യായത്തിൽ വളരെ ശക്തമായിട്ട് ഇത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു ഓർക്കണം. ഹി ഹാസ് എ ലിവിംഗ് വിഷൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിന് ജീവിക്കുന്നതായ ഒരു ദൗത്യമുണ്ട്. എന്നെന്നും ജീവിക്കുന്നതായ
എന്നും നിത്യമായിരിക്കുന്നതായ ഒരു ദൗത്യത്തിന്റെ സരണി കാണിച്ചു തരുന്ന ചിഹ്നമാണ് ഈ അറുക്കപ്പെട്ട കുഞ്ഞാട്, ദ വൂണ്ടഡ് ലാംബ് എന്ന് പറയുന്നത്. ഇവിടെ മ്ലേച്ഛതയുടെ ചിഹ്നമായിട്ടുള്ള, സൈറ്റനിക് പവർ ചിഹ്നമായിട്ടുള്ള ഈ മഹദിയം ബാബിലോൺ ഒരു സൈഡിൽ നിർത്തുകയാണ് ഈ പുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാൻ. മറ്റൊരു സൈഡിൽ നിൽക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മരണം വരിച്ച് അതിലൂടെ ജയം പ്രാപിച്ച് പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ജീവിത പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ നൽകിയവനായ ഒരു ദൈവത്തെ വരച്ചു കാണിക്കുകയാണ്. ഈ പുസ്തകം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, whether you are with the great Babylon or with the wounded lamb. വിശ്വാസ സമൂഹം ഇന്ന് അവസാനത്തെ കൺവെൻഷന്റെ അവസാനത്തെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു തീരുമാനത്തോട് പോകേണ്ടതാണ്. ഞാൻ ഈ ലോകത്തിന്റെ മ്ലേച്ഛതയുടെ ചിഹ്നമായ, പൈശാചികമായ ചിഹ്നമായ ഈ മഹദിയാം ബാബിലോണിൽ കൂടെയാണോ ഞാൻ നിൽക്കുന്നത്, അതോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് എന്നെയും നിങ്ങളെയും കാൽവറി യാഗത്താൽ രക്ഷിച്ച് ലോകത്തിൽ പുതിയൊരു ദൗത്യം നൽകി നിത്യമായ ജീവിതം നൽകി ആ ക്രൂശിന്റെ അടയാളത്താൽ നമ്മെ വീണ്ടെടുത്തവനായ യേശുക്രിസ്തുവിന്റെ കൂടെയാണോ ഞാൻ നിൽക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഈ ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എവിടെയാണ് എൻ്റെ അടിസ്ഥാനം ഉറച്ചു നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. ഈ പുസ്തകത്തില് ഈ രണ്ട് ചിന്തകൾ വെച്ചുകൊണ്ട് പോയെങ്കിൽ മാത്രമേ ഈ പുസ്തകം ശരിയായിട്ട് പഠിക്കുവാനായിട്ട് ഒക്കത്തുള്ളൂ. പലരും അതിനെ വിവക്ഷിക്കുന്ന പല രീതിയിലാകാം. ഇത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട്, ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഐലാമാണ്ട് വാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പുതിയ ആകാശം പുതിയ ഭൂമിയെ പറയുന്നുണ്ട്. ഇതെല്ലാം പറയുമ്പോൾ അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന രണ്ട് വിശ്വാസ ധാരണകളാണ് നിങ്ങളോട് ഞാൻ ഇപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനം, യേശുക്രിസ്തു എനിക്ക് ആരാണ്? ഈ പുസ്തകം പറയുന്നുണ്ട്, അവൻ മരിച്ച ദൈവമല്ല, അവൻ ഒളിഞ്ഞിരിക്കുന്ന ദൈവമല്ല, അവൻ അവധിയെടുത്ത ദൈവമല്ല, അവൻ നിശബ്ദനായിരിക്കുന്ന ദൈവമല്ല, അവൻ സജീവമായിട്ടുള്ള ദൈവമാണ്. അവൻ്റെ ജീവിതത്തിൽ എന്നോട് എപ്പോഴും ഉണ്ട്. അവന്റെ കാൽവരി രക്തത്താൽ എന്നെ വീണ്ടെടുത്തതാണ്. ഞാൻ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മ്ലേച്ഛമായിട്ടുള്ള ജീവിതത്തിന്റെ ഭാഗമാണോ, ലോകത്തിന്റെ ചിഹ്നമായിട്ടുള്ള, അധികാരത്തിന്റെ ചിഹ്നമായിട്ടുള്ള, സെൽഫ് ഗ്ലോറിഫിക്കേഷന്റെ ചിഹ്നമായിട്ടുള്ള അവിടെയാണോ ഞാൻ നിൽക്കുന്നതോ ഞാൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനോട് ചേർന്ന് ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഹിതം, ദൈവരാജ്യം സ്ഥാപിച്ചെടുക്കുവാൻ ഞാൻ അവിടെയാണോ നിൽക്കുന്നത്? എവിടെയാണ് ഞാൻ നിൽക്കേണ്ടത് എന്ന് ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വാക്യങ്ങൾ ഒന്നുകൂടെ ഒരു പ്രാവശ്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിന്റെ വെളിപാടുകൾ യോഹന്നാന് യേശുക്രിസ്തുവാണ് നൽകുന്നത്. എന്നെപ്പറ്റി പറയാനൊന്നും എനിക്ക് സമയമില്ല. എങ്ങനെയാണ് യോഹന്നാന് ഒരു വെളിപാട് ലഭിച്ചത്? ഒരു വിശ്വാസിക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ ലോകത്തിൽ അനുഗ്രഹത്തോടെ പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഒരു ദൈവദർശനം ഉണ്ടാകുവാൻ സാധ്യത? അതൊന്നും ഇവിടെ ഈ 1-ാം അധ്യായം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത്, ഈ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ പറയുന്നത്, ഐ ആം യുവർ ബ്രദർ ആൻഡ് പാർട്ട്ണർ ഇൻ ട്രിബുലേഷൻസ്. യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുകയാണ്, യാതന അനുഭവിച്ചവിടെ കിടക്കുകയാണ്. ശാരീരികമായിട്ടുള്ള വേദനകളുണ്ട്, മാനസികമായ പ്രയാസങ്ങളുണ്ട്, സാമൂഹ്യമായിട്ടുള്ള പീഡനങ്ങളുണ്ട്, മതപരമായിട്ടുള്ള പീഡനങ്ങളുണ്ട്, വിശ്വാസ സംബന്ധമായ പീഡനങ്ങളുണ്ട്. ഈ പീഡനങ്ങളുടെ മധ്യേ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുമ്പോൾ യോഹന്നാൻ മറ്റു വിശ്വാസികളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. എന്താ ചോദിച്ചാൽ, ഐ ആം യുവർ ബ്രദർ, ഞാൻ നിങ്ങളുടെ സഹോദരനും നിങ്ങളുടെ കഷ്ടതയിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമാണ്. യോഹന്നാൻ തന്റെ സ്വന്തം വേദനയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്, തന്റെ സ്വന്തം പീഡനങ്ങളെ കുറിച്ചല്ല വിവരിക്കുന്നത്. തനിക്ക് വേദനയുണ്ടെന്നുള്ളത് വാസ്തവമാണെങ്കിലും തന്റെ മുമ്പിൽ നിഴലിച്ചു കാണുന്നതായ ദൈവികമായ ദൗത്യവും ദൈവികമായ ദർശനവും മറ്റൊരു സ്ഥലിലേക്ക്, മറ്റൊരു വശത്തേക്ക് കൊണ്ടുപോവുകയാണ്.
അവിടെ കിടന്നുകൊണ്ട് യോഹന്നാൻ ഓർക്കുന്നത്, എന്നോടൊപ്പം വിശ്വാസത്തിലായിരുന്ന വിശ്വാസികൾ എവിടെ? കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോയ ആളുകൾ, പല സ്ഥലങ്ങളിൽ നാടുകടപ്പെട്ട ആളുകൾ, എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകൾ, പീഡനോര വിശ്വാസികൾ എവിടെ? താൻ കഷ്ടപ്പെടുന്ന അതേ സമയത്ത് തന്നെ തന്റെ ജീവിതത്തിന്റെ ചിന്തകൾ പോകുന്നത് സഹവിശ്വാസികളെ കുറിച്ചുള്ള കഷ്ടപ്പാടാണ്. സഹവിശ്വാസികളുടെ വേദന ഇവിടെ യോഹന്നാൻ പങ്കിടുകയാണ് ചെയ്യുന്നത്. യോഹന്നാന് ഞാൻ വിശ്വസിക്കുന്നത്, ചുരുക്കമായി പറയട്ടെ, ഒരു ദൈവിക ദർശനം ഉണ്ടാകുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെയാണ്. തൻ്റെ നാഥനായ ക്രിസ്തു ചിന്തിച്ചതുപോലെ ചിന്തിച്ചതാണ്. താൻ തന്നെക്കുറിച്ച് ചിന്തിക്കാതെ സഹവിശ്വാസികളുടെ പീഡനത്തെ ഓർത്ത് ചിന്തിക്കുകയാണ്. തൻ്റെ മാനസികമായ ചിന്തയിലും പ്രാർത്ഥനകളിലും നിൽക്കുന്നത്, ഞാൻ ഈ വിശ്വാസികളോട് പറയാണ്, ഞാൻ നിങ്ങളുടെ സഹോദരനാണ്, മാത്രമല്ല നിങ്ങളുടെ സഹനത്തിൽ പങ്കുകാരനാകണം. അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായ യോഹന്നാനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ കർണാടകത്തിൽ പ്രവർത്തിച്ച ഒരു മിഷണറിയാണ്. അഭിമന്യ തിരുമനസ്സുകൊണ്ട് ആ സ്ഥലങ്ങളിൽ വന്ന് അദ്ദേഹത്തിൻ്റെ ചുമതലയിലൂടെ പ്രവർത്തിക്കുവാൻ എനിക്കിടയായിട്ടുണ്ട്. ജോഫോർട്സ് എന്ന സ്ഥലത്ത് ഞങ്ങളൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ഒരു ഇവാഞ്ചലിസ്റ്റിനെ ആക്കി. അദ്ദേഹത്തിൻ്റെ പേര് വർഗീസ് മാത്യു എന്നാണ്. അദ്ദേഹത്തെ അവിടെ ആക്കി. അദ്ദേഹം, ഞങ്ങൾ ഒരു മാസത്തിൽ ഒരിക്കൽ ഞാൻ അവിടെ പോകും. ഇവാഞ്ചലിസ്റ്റിൻ്റെ ഭവനത്തിൽ ഒരു കുർബാന ചൊല്ലും. വിശ്വാസം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്നാനപ്പെടുന്ന ആൾ സഭയോട് ചേർക്കും, അവർക്കും കുർബാന കൊടുക്കും. ഞാൻ ഒരിക്കൽ അവിടെ ചെന്നപ്പോൾ ഈ വർഗീസ് മാത്യു എന്നോട് പറഞ്ഞു, വെച്ചാൽ കുർബാന കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരിടം വരെ പോകണം, ഒരു മനുഷ്യൻ സുഖനാണ് കിടക്കുന്നവനെ കാണുന്നു. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അദ്ദേഹത്തിന് കൂടെ പോയി. 2 മലകൾ കയറി നടന്ന് ഇറങ്ങി ഒരു മലയുടെ മണ്ടയ്ക്ക് ചെന്ന് കയറി. പുല്ല് പിടിച്ചു കിടക്കുന്ന സ്ഥലം, കാട് പിടിക്കുന്ന സ്ഥലം. ആ കാടിനകത്ത് ചെറിയൊരു കൂര ഉണ്ട്. ആ കൂരയിൽ ഒരു മനുഷ്യൻ കിടപ്പുണ്ട്. അപ്പോൾ അവൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അവനൊരു ജന്മിയുടെ കൂടെ പ്രവർത്തിക്കുകയായിരുന്നു. മരത്തിൽ നിന്ന് താഴെ വീണു, നടുവൊടിഞ്ഞു. ആ ജന്മി അവനെ പുറന്തള്ളി ഇവിടെ അവൻ്റെ പുറംപോക്കൽ കൊണ്ടിങ്ങനെ കടത്തിയിരിക്കുകയാണ്. അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവൻ്റെ ശരീരം മുഴുവൻ തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ രോഗിയെ എടുത്തിട്ട് നമുക്ക് അങ്കോല അവിടെ ആശുപത്രി അടുത്തുള്ളതായ വൃദ്ധസദനത്തിലാക്കണം. അതുകൊണ്ട് അച്ഛൻ വന്ന് കാണണം. അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. വളരെ ക്ഷീണിച്ച് ഞങ്ങൾ നടന്ന ആ സ്ഥലത്ത് ചെന്നു. ഈ കുടിലിൻ്റെ അകത്തേക്ക് കയറി നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ മയങ്ങി അവിടെ താഴെ വീണുപോയി. എന്താന്ന് ചോദിച്ചാൽ, എറുമ്പ് ഈ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ പൊതിഞ്ഞു കിടപ്പുണ്ട്. അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. ശരീരത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ രക്തം വാർന്നൊഴിഞ്ഞു കിടപ്പുണ്ട്. ഉറുമ്പ് കടിച്ച് ഇങ്ങനെ രക്തം കിടപ്പുണ്ട്. ഈ കാഴ്ച ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ അവിടെ ചെന്ന ഉടനെ തന്നെ എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു മയക്കം പോലും ഞാൻ താഴെ വീണുപോയി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഉടന്നു കാണും. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഇവാഞ്ചലിസ്റ്റ്, ഞാൻ അങ്ങനെയുള്ള സുവിശേഷകരെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഇവാഞ്ചലിസ്റ്റ് താഴെ ഇരുന്ന് തൻ്റെ ഒരു ഷർട്ട്, അന്ന് ശമ്പളമൊക്കെ വളരെ കുറവാണ്, ആകെ 1-2 ഷർട്ട് കാണും കഷ്ടിച്ച്, ഈ ഷർട്ട് ഊരി വലിച്ചു കീറിയിട്ട് അവൻ ഈ ഉറുമ്പിനെ തൂത്ത് കളയുകയാണ്. വളരെ ബന്ധപ്പെട്ട് അവൻ്റെ കൂടെ ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, അവരോട് ചേർന്ന് തൂക്കുകയാണ്. ഉറുമ്പിനെയൊക്കെ തൂത്ത് വൃത്തിയാക്കി നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് 2 പൊട്ടിപ്പോയിട്ടുണ്ട്. ഉറുമ്പ് കടിച്ച് പൊട്ടിച്ചുളഞ്ഞ. അല്പം ആഹാരം കൊടുക്കാൻ നോക്കി പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് നമുക്ക് അങ്കോലയെ കൊണ്ടുപോകാം, നാളെ വണ്ടി കൊണ്ടുവരാം. ഞാൻ പുറത്തോട്ടിറങ്ങി ഞാൻ ഈ വർഗീസ് മാത്യുവിനോട് ചോദിച്ചു, എടാ വർഗീസ് മാത്യു, നിനക്ക് ആകെയുള്ള ഷർട്ടുള്ളതെന്ന് എനിക്കറിയാം, അതും നീ കീറിക്കളഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞതാ, അച്ഛാ, ദൈവം തരും. ഈ മനുഷ്യനെ കണ്ടപ്പോൾ എങ്ങനെങ്കിലും അവനെ രക്ഷിക്കണമെന്ന് തോന്നിയുകൊണ്ട് ചെയ്തതാ. ചെറിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നാം. കഷ്ടപ്പെടുന്ന ജനങ്ങളോടുള്ളതായ നമ്മുടെ ഭവനത്തിൽ തന്നെ സഹോദരങ്ങളോട്, ഇടവകയിലെ മറ്റ് സഹോദരങ്ങളോട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മനസ്ഥിതി എന്തായിരിക്കണമെന്ന് ഈ ഭാഗം നമ്മളെ പഠിപ്പിക്കുകയാണ്.
സഹോദരങ്ങളോടുള്ളതായ ഐക്യദാർഢ്യമാണ്. കഷ്ടപ്പെടുന്നവരുടെ ഐക്യദാർഢ്യമാണ്. ദൈവത്തിന് മുമ്പിൽ അത് പ്രസാദമായി തോന്നുകയും ദൈവദർശനം ലഭിക്കുവാനായിട്ട് ദൈവത്തിന് നമ്മൾ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നോർത്ത് വെളിപാടുകൾ നൽകുവാൻ സാധ്യത അവിടെ തുടങ്ങുകയാണ്. ദൈവത്തിന്റെ ജനമേ, സ്വയസംതൃപ്തിയിലും സ്വയ അഹങ്കാരങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ അറിവിലും മറ്റു കാര്യങ്ങളിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് സഹോദരന്റെ പ്രയാസങ്ങളെ അവഗണിച്ച് നീ പോയാൽ ഈ കൺവെൻഷൻ പ്രയോജനമില്ലാത്ത മാറും. അനേകർക്ക് ദൈവകൃപയായി നിൽക്കുവാൻ നമ്മെ വിളിച്ചു വിർജിക്കുകയാണ്. ദൈവത്തിന്റെ കരുണ അങ്ങനെ നമ്മളിൽ വ്യാപരിക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വേദന ഇവിടെ കാണുന്നത്, കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. വന്ദിനായിട്ടുള്ള നമ്മുടെ കെറ്റി തോമസ് സാർ പറഞ്ഞ ഭാഗം അവിടെ തന്നെയാണ്. വിശുദ്ധനായ യോഹന്നാൻ ഈ പത്മോസിലുള്ള ചെറിയൊരു ഗുഹയിൽ, ഇന്ന് ആ ഗുഹ അവിടെ ഉണ്ട് എന്നാണ് ഇപ്പൊ ഈ ഇടയ്ക്ക് പോയ ഒരാളുടെ ചരിത്രം ഞാൻ വായിച്ചു. അതിന് ചില പ്രത്യേകതകൾ അവിടെ ഉണ്ട്. ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് കണ്ടതായ ദർശനമാണ് ഈ ദർശനങ്ങൾ. കർത്തൃ ദിവസം, കർത്താവിന് വേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ട ദിവസം, ദ ലോർഡ്സ് ഡേ എന്ന് പറയുമ്പോൾ ദ ഡേ സെപ്പറേറ്റഡ് ഫോർ ദ ലോർഡ്, ദൈവത്തെ ആരാധിക്കുവാനും അതിനുവേണ്ടി വിശുദ്ധീകരിക്കപ്പെട്ടതായ ദിവസമാണ് കർത്തൃ ദിവസം. ഈ കർത്തൃ ദിവസത്തിൽ അപ്പം നുറുക്കൽ ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്തുള്ളതായ വേദനയുടെ മധ്യത്താണ് വിശുദ്ധനായ യോഹന്നാൻ ഏകാന്തമായിട്ട് ഈ ഗുഹയുടെ അകത്തിരിക്കുന്നത്. താൻ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ഒരു വേദന ഉള്ളിലുള്ളത്, ഈ സഭയിൽ ആയിരുന്നെങ്കിൽ അവിടെ കൂട്ടായ്മയുടെ അനുഭവമുണ്ട്, അപ്പം നുറുക്കൽ ശുശ്രൂഷ അനുഭവമുണ്ട്. അതിൽ നിന്നും മാറ്റപ്പെടുന്നതിന്റെ ഒരു വേദന അനുഭവിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥന അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒന്നാമത്തെ വേദന ഞാൻ പറഞ്ഞത്, സഹോദരനെ കുറിച്ചുള്ളതായ വേദന ആരുടെ ഹൃദയത്തിൽ ഉണ്ടാകുമോ ഒരു ദൈവാംശം അവിടെ ഉണ്ട്, അത് അനുഗ്രഹകരമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകും. രണ്ടാമത്തത് ദൈവത്തോടുള്ളതായ സ്നേഹം, ദൈവത്തെ ആരാധിക്കുന്ന അനുഭവം. ആരാധന നഷ്ടപ്പെടുമ്പോൾ വേദനകൾ, ഒരു ദിവസം രാവിലെ പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് ഒന്ന് വ്യാകുലപ്പെട്ടൊരു ക്ഷമ ചോദിച്ച് പ്രാർത്ഥിച്ചാലും അത് ദൈവാനുഗ്രഹത്തിന്റെ അനുഭവമാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. ബഹുമാനീയനായ കെറ്റി തോമസ് സാർ പറഞ്ഞത് കൗമ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞതാണ്. കൗമ പ്രാർത്ഥന നമ്മുടെ ഭവനത്തിൽ നിന്നും അകന്നു പോയതാണ് യഥാർത്ഥത്തിൽ മാർത്തോമാ സഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഞാൻ വളരെ അനുഭവത്തോട് അദ്ദേഹത്തോട് ചേർന്ന് പറയുന്ന ഒരു കാര്യം, അഭിയൊന്നി തിരുമേനിയോടും ചേർന്ന് പറയുന്ന ഒരു കാര്യം, കാരണം അരമനയിലായിരിക്കുമ്പോൾ എന്നും രാവിലെ ഈ കൗമ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലുമായിരുന്നു. അതിന്റെ കാരണം, ദീർഘനാളത്തെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഒരു മലയാളി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ താമസിച്ചപ്പോഴും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും മാത്രമല്ല നോട്ട്സ് ഉണ്ട് വായിക്കുകയും മാത്രമല്ല, അവസാനം എഴുന്നേറ്റ് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കൗമ പിതാവിനും പുത്രനും കുരിശു വരച്ച് ചൊല്ലി കൗമ പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് അത് ചൊല്ലി സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു രീതി. മിഷൻ ഫീൽഡുകളിലും ആരും അറിയാത്ത സ്ഥലത്തും എന്നെ പിടിച്ചു നിർത്തിയത് ഈ പ്രാർത്ഥന തന്നെയാണ്. ഞാൻ ദൈവത്തിനത് ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. റാഞ്ചിയിൽ ഞാൻ ആയിരുന്നപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പൽ കോട്ടേജ് എന്ന് പറയുന്നത് ഒരു 350 വീടുള്ള ഒരു ഏരിയയിലാണ്. ഏറ്റവും പോഷായിട്ടുള്ള ആളുകൾ താമസിക്കുന്നിടത്താണ് അന്നത്തെ ആളുകൾ അവിടെ ഒരു കോട്ടേജ് വാങ്ങിച്ച് താമസിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ ഒരു ക്രിസ്ത്യാനി, ബാക്കിയെല്ലാം ഹിന്ദുക്കളാണ്, എല്ലാം ഹയർ കാസ്റ്റിലെ ആളുകളാണ്. ഞാൻ അവിടെ ചെന്ന് 3-4 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരുണ്ട്, അവരൊന്നും പരിചയമില്ല. അതിനടുത്ത് വീട്ടിലെ ഒരു കുട്ടി ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുകയാണ്. സ്കൂളിൽ വെച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ, വീട്ടിൽ ഒന്നുള്ള പരിചയങ്ങളില്ല. ഹിന്ദിക്കാരാണ്. ഞാൻ വൈകിട്ടൊരു 6 മണിക്ക് നോക്കിയപ്പോൾ ഗേറ്റിൽ വന്നിങ്ങനെ കുലുക്കുന്നു ശബ്ദം. വന്ന ശബ്ദം ഞാൻ ഇറങ്ങി ചെന്ന് നോക്കി എനിക്ക് മനസ്സിലായി അടുത്ത വീട്ടിലെവരാണ്. ഞാൻ ചോദിച്ചു എന്താ വന്നെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അകത്തോട്ടൊന്ന് വരാനൊക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാമല്ലോ. ഞാനൊരു ഭാര്യയോട് പറഞ്ഞു, വാതിൽ തുറന്നു അകത്തോട്ട് വിളിച്ചു. ഉടനെ അവർ അകത്തോട്ട് കയറിയിട്ട് ഹിന്ദി ഭാഷയിൽ എന്നോട് സംസാരിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. 40 വർഷം ഞങ്ങളിവിടെ താമസിച്ചു. ഇതാദ്യമാണ് ഈ ക്യാമ്പസിൽ കടന്ന് അകത്തേക്ക് ഈ വീട്ടിൽ കയറുന്നത്. ഞങ്ങൾക്കൊരു ചെറിയ പ്രശ്നമുണ്ട്.
എൻ്റെ മകൾ നല്ല മിടുമിടുക്കിയാണ്. പക്ഷേ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഒരു മാനസികമായ ഒരു പ്രയാസം അവൾക്കുണ്ടായി. രാത്രി ഉറക്കമില്ല. അപ്പം ഞങ്ങൾ എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുപോയി. ഞങ്ങൾ വീടിൽ പൂജകൾ സംഘടിപ്പിച്ചു. കുറവില്ല. ഉടനെ ആ സ്ത്രീയോട് പറയുകയാണ്, ഞങ്ങൾ എന്നും രാവിലെ നിങ്ങൾ എന്തോ പ്രാർത്ഥിക്കുന്നതായിട്ട് ഉറച്ച് പ്രാർത്ഥിക്കുന്നതായിട്ട് കേൾക്കാം. നിങ്ങളുടെ ഭാഷയിലാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളിങ്ങനെ ചൊല്ലും. നിങ്ങളുടെ കൂടെ നിന്റെ ഭാര്യയും മകനും ചൊല്ലും. ഏത് ഭാഷയിലാകട്ടെ ഒരു പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണെന്നും ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ആ സ്ത്രീ എന്നോട് പറയുകയാണ്, ഞാൻ ഫാദറിനോട് ചോദിക്കുകയാണ്, യേശുവിൽ എൻ്റെ മകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാമോ? ഞാൻ ദൈവത്തിന് 1000 സ്തോത്രം പറഞ്ഞു. അവിടെ ഇരുന്നു. എൻ്റെ ഭാര്യ അവരോട് ഹിന്ദി ഭാഷയിൽ സുവിശേഷം നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അവർ പറഞ്ഞത്, രാവിലെയും വൈകിട്ടുമുള്ളതായ നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ കേട്ടു. ഭാഷ വേറെയാണ്, എങ്കിലും ഞങ്ങൾക്കൊരു ബോധ്യമുണ്ടായി, ഈ ദൈവം ജീവനുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞാട്ട് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട് ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമേ, നമ്മളെ പ്രാർത്ഥനകൾ, ആരാധനകൾ സൗഖ്യത്തിന്റെ ആരാധനകളായിട്ട് മാറണം. ആരാധനയിൽ ക്രമമായി അർത്ഥസമ്പുഷ്ടമായിട്ട് രീതിയിൽ പങ്കെടുക്കുക മാത്രമല്ല, ആരാധനയിലൂടെ സൗഖ്യം നൽകുന്ന ഒരു ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാനുള്ളതായ ചങ്കൂറ്റവും വിശ്വാസത്തിന്റെ അടിസ്ഥാനവും നമുക്കുണ്ടാകണം. കൺവെൻഷൻ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. നിന്റെ അയൽവക്കത്തെ ആളുകൾ നിന്റെ പ്രാർത്ഥനയിൽ ആകൃഷ്ടരാകുന്നുണ്ടോ? നിന്റെ ജീവിതത്തിൽ ആകൃഷ്ടരാകുന്നുണ്ടോ? ദൈവത്തിന്റെ പ്രവർത്തനോടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഈ പുസ്തകത്തിൽ ഈ വാക്യങ്ങളിലൂടെ വെളിപാടുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് യോഹന്നാൻ നമുക്ക് കാഴ്ചവെക്കുന്ന വെളിപാടിന് മുഖാന്തരമായ 2 ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, സഹോദര വിശ്വാസികളെ കുറിച്ചുള്ളതായ കരുതൽ. ആരുടെ ഹൃദയത്തിൽ അത് മതിച്ചു നിൽക്കുമോ? അന്തരാളത്തിൽ അത് ഉറച്ചു നിൽക്കുമോ? എൻ്റെ ജീവിതം എൻ്റേതല്ല, അത് ക്രിസ്തുവിൻ്റെയും ക്രിസ്തു സ്നേഹിക്കുന്ന ജനത്തിൻ്റെയുമാണ് ആര് ചിന്തിക്കുമോ? അവരുടെ മധ്യത്ത് വെളിപാടുകൾ നൽകുന്നവനായ ദൈവമുണ്ട്. അവരെ എടുത്ത് ഉപയോഗിക്കുന്നവനായ ദൈവമുണ്ട്. 2, ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുകയും അവനിൽ മാത്രം ആശ്രയം വയ്ക്കുകയും അവൻ സകലത്തിനും മതിയായവനാണെന്ന് നമ്മുടെ ആരാധനാ ജീവിതത്തിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും വെളിവാക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് ദൈവകൃപയുടെ മഹത്വമായിട്ട് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മുടെ മനസ്സുകളെ കാണും. ഹൃദയങ്ങളെ വായിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നീ ഒന്നിനെ ആരാധിക്കുകയും മറ്റൊന്നിനെ ഭജിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വലിയ വ്യത്യാസമുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം. ഏതാണ് നമ്മുടെ ആരാധനാ മൂർത്തി? നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഏതാണ്? നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം വിശ്വസിക്കേണ്ടതായിത്തീരണം. ദൈവത്തിൻ്റെ ജനമേ, എൻ്റെ ഈ വചന സംസാരം ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൺവെൻഷൻ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ, കർത്താവേ, നിന്റെ ജനം എങ്ങനെയായിരിക്കണം? ഞങ്ങൾ അനേകരുടെ മുമ്പിൽ ജീവിക്കുമ്പോൾ ഈ ദൈവിക അനുഭവങ്ങൾ എങ്ങനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? പ്രാപിച്ച അനുഭവങ്ങൾ എങ്ങനെ പങ്കിടുവാൻ സാധിക്കും? അതിനെപ്പറ്റി ധ്യാനിപ്പാനും ചിന്തിപ്പാനും തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.